ഒന്നാമത്തെ ഞാൻ ചെയ്ത വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒട്ടും പ്രിപ്പയർഡ് ആവാതെ കല്യാണം കഴിച്ചു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഒരു 2 ആഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു ട്ടോ. അപ്പം ആ ടൈമിൽ ഹസ്ബൻഡിനോട് തുറന്ന് പറഞ്ഞാൽ മതിനി, അപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, കല്യാണം നീട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിനി. പക്ഷേ ഞാനും ഹസ്ബൻഡ് അറേഞ്ച് മാരേജ് ആയതുകൊണ്ടും ആ ടൈമിൽ എനിക്ക് പേടിയും അങ്ങനെയൊക്കെ ആയിരുന്നു. ഒന്നും ആരെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ആ മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആവാതെ കല്യാണം കഴിച്ചു എന്നതാണ്. സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒട്ടും പ്രിപ്പയർഡ് ആവാതല്ലേ കല്യാണം കഴിഞ്ഞേ. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് മുമ്പ് നമുക്ക് നോക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല. അങ്ങനെ യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റത്തെ ഉണ്ടാക്കലാണ് എല്ലാം. അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ ജോലിയോ അങ്ങനെ ചെയ്ത് ശീലമില്ല. അടിച്ച് തുടച്ചു കൊടുക്കും. ഉമ്മ പറയുന്ന എന്തെങ്കിലും നുറുക്കുകളൊക്കെ നുറുക്കി കൊടുക്കുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പുട്ടുണ്ടാക്കി ഗൈസ്. പുട്ടുണ്ടാക്കിയപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ പറയണം വെള്ളം ചേർക്കണ്ട പുട്ട് പ്രിപ്പയർഡ് ആക്കാൻ. അപ്പം ഞാൻ സാധാരണ നൂൽപുട്ടൊക്കെ ചൂടുവെള്ളമാണ് ഒഴിക്കൽ. അത് ചേർത്ത് ഞാൻ പുട്ടുക്കും ചൂടുവെള്ളം ഒഴിച്ചു. അവസാനം പുട്ടുകൊണ്ട് ഉപ്പുമാവ് ചുടേണ്ട ഗതി വന്ന് ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലേക്കോ നമ്മൾ താത്തമാരോടും ഉമ്മാരോടൊക്കെ ചോദിച്ച് കൺഫേം ആക്കിയ ശേഷം മാത്രം ചെയ്യുക എന്നതാണ് എൻ്റെ സെക്കൻഡത്തെ വലിയ ഒരു ലെസൺ പറയുന്നത്. തേർഡത്തെന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും കളയരുത്. ഇപ്പം നമ്മൾ വന്ന് കയറുന്ന വീടാണ്. അപ്പം നമ്മൾ കൊണ്ട് ഓൽക്കൊരു ഉപകാരം ആവണമൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കും ഗൈസ്. ഒരിക്കലും പെർഫെക്റ്റ് ആവരുത്. ഒരിക്കലും ഒരാളും പെർഫെക്റ്റ് ഇല്ല. നമുക്ക് ബെസ്റ്റ് ആവുക, എക്സലൻ്റ് ആവുക. നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കുമ്പോൾ നമ്മളൊക്കെ പാടെ പൊട്ടി വീകും. അതാണ് ചെയ്യുക. അപ്പോൾ ഞാനൊക്കെ തുടക്കത്തിൽ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചാലും റൂമിൽ നിന്നൊക്കെ വിളിച്ചാൽ മണ്ടി അടുക്കളയ്ക്ക് പോകും. പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. കുറേ കോംപ്രമൈസ്, ഭയങ്കര ഓവറായിട്ട് നമ്മൾ പണിയെടുക്കുക, നമ്മൾ സെൽഫ് കെയർ ചെയ്യാത്ത വിധം നമ്മൾ പണിയെടുക്കുക, അതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. അങ്ങനെ കുറേ ഞാൻ കണ്ടതും കേട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊന്നും ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ട്, ഇപ്പം നമുക്ക് എത്ര ചീത്ത കിട്ടിയാലും അതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് അങ്ങനെ വിചാരിക്കുക. അതൊന്നും ചെയ്യാതിരിക്കുക. സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ എത്തിക്കുക. സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് ഒരു പരിപാടിക്കും നിൽക്കരുത്. തേർഡെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വർഷം നമ്മൾ റിയാക്റ്റോ റെസ്പോണ്ടോ ചെയ്യാതിരിക്കുക. അത് വെച്ചാൽ ഒന്നും മിണ്ടണ്ട എന്നല്ല. നമ്മൾ ആദ്യത്തെ ഒരു വർഷം അവിടുത്തെ ഉള്ളവരെ കുറിച്ച് പഠിക്കുക. കാരണം ഡിഫറെൻറ്റ് പീപ്പിളാണ്, ഡിഫറെൻറ്റ് സ്വഭാവമായിരിക്കും. അപ്പം നമ്മൾ അവരെക്കുറിച്ച് ശരിക്കും പഠിക്കുക. ആരൊക്കെ എങ്ങനെയാണ്, ആരൊക്കെ സ്വഭാവം, ആരൊക്കെ കൂടെ നിൽക്കും, അതൊക്കെ പഠിച്ച് ഒരു വർഷത്തിന് ശേഷം റെസ്പോണ്ട് ചെയ്യുക അവരോട്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് എൻ്റെ ഫോർത്തത്തെ വലിയ ലെസൺ എന്ന് പറയുന്നത്. ഫിഫ്ത്തെന്ന് വെച്ചാൽ നമ്മളെ പാർട്ട്ണറും ഒന്നിച്ച് ജീവിക്കുക. എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മൂന്നാമതൊരാൾ കേൾക്കാതിരിക്കുക. ഇതെല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നമ്മൾ റൂമിൽ നിന്നൊക്കെ കച്ചറ കൂടുമ്പോൾ അത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത്ര സാധ്യതയിലൊക്കെ നമ്മൾ പുറത്ത് പോയി കച്ചറ കൂടുക. എനിക്ക് കാറ് പോയി കച്ചറ കൂടിക്കോ, അതിൻ്റെ ടിപ്പാണ്. ഒരാൾ പുറത്തേക്ക് കേൾക്കില്ല. അപ്പോൾ